ഇനി ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഒരു പാരഡി ഗാനമാണല്ലോ. വിവാദമായ പോറ്റിയെ കേറ്റിയെ എന്ന പാട്ടിൽ കേസെടുത്തതിന് പിന്നാലെ തുടർ നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് സൈബർ ക്രൈം പോലീസ്. പ്രതി ചേർത്തവർക്ക് നോട്ടീസ് നൽകി വിളിച്ചു വരുത്താനാണ് നീക്കം. വിവിധ സൈറ്റുകളിൽ നിന്ന് പാട്ട് നീക്കം ചെയ്യുന്നതിന്റെ സാധ്യതകളും സൈബർ ക്രൈം പോലീസ് പരിഗണിക്കുന്നുണ്ട്. അതേസമയം പാരഡി പാട്ടിൽ കേസെടുത്തതിലൂടെ സിസ്റ്റത്തെ അപകടകരമായി ദുരുപയോഗം ചെയ്യുകയാണെന്ന് കേസിൽ പ്രതി ചേർത്തവരുടെ അഭിഭാഷകനായ മുഹമ്മദ് ഷാ ആരോപിച്ചു. വരികളിൽ മതത്തെ അപമാനിക്കുന്നില്ല, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നതാണ് വിഷയമെന്നും അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞു. കേസ് ഒരാൾ പരാതി കൊടുത്തു എന്നറിയുമ്പോൾ ഞങ്ങൾ ആദ്യം നോക്കിയത് ഇതിന്റെ ലിറിക്സ് ആണ്, ഇതിന്റെ വേർഡുകൾ എന്തൊക്കെയാണ്. അത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് തരാം. ആ ലിറിക്സിന് ഏതെങ്കിലും ഒരു വേർഡ് നിങ്ങളിപ്പോൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്, അതായത് ഔട്ട്റേജിങ് ദ റിലീജിയസ് ഫീലിംഗ്സ് ഓഫ് എനി ക്ലാസ് ഓഫ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ എന്നാണ്. ഇതിനകത്ത് ഏത് വാക്കാണ് ഔട്ട്റേജ് ചെയ്തിരിക്കുന്നത്? മറ്റൊന്ന്, ഇൻസൾട്ട്സ് ഓർ അറ്റംപ്റ്റ്സ് ടു ഇൻസൾട്ട് ദ റിലിജിയൻ ഓർ റിലീജിയസ് ബിലീഫ്സ്. ഒരു റിലീജിയസ് ബിലീഫിനോ റിലീജിയനെയോ ഇൻസൾട്ട് ചെയ്യുന്ന എന്ത് വാക്കാണ് എടുത്തത്? ഇത് ശരിക്കും ഒരു പ്രാർത്ഥനയാണ്. അയ്യപ്പ സന്നിധിയിൽ നടത്തിയ വലിയ കൊള്ള, ആ കൊള്ള നടത്തിയതിന്റെ മേലൊരു പ്രാർത്ഥനയാണ്. ജനസമൂഹം ഒരു പ്രാർത്ഥനയായി ഇത് ഏറ്റെടുത്തു. പ്രാർത്ഥനയായി ഏറ്റെടുത്തപ്പോ ആ സമൂഹത്തിന് അനുകൂലമായ ഒരു പ്രാർത്ഥനയായ ഒരു ഇത് ആരെയാണ് അഫക്ട് ചെയ്തിരിക്കുന്നത്? അഫക്ട് ചെയ്ത ആളുകൾ അഗ്രീവ്ഡായി. അഫക്ട് ചെയ്തത് കൊള്ളക്കാരെയാണ്. ഇത് ആരാണോ കള്ളക്കടത്ത് നടത്തിയത് അവരെയാണ് അഫക്ട് ചെയ്തത്. ഇനി സാധാരണ ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ, ഒരു ഡോക്യുമെന്റ്, അല്ലെങ്കിൽ ഒരു വിഷ്വല്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഗീതം, അത് ഒഫൻസീവ് ആണ് എന്നോ ഏതെങ്കിലും ക്രൈം എടുക്കണമെങ്കിൽ ആദ്യം ഇത് മാറാൻ പറ്റില്ലല്ലോ. എഴുതിയ ലേഖനമോ പാട്ടോ അതിന്റെ ഒരു വാക്കുകളും സെന്റൻസും മാറാൻ പറ്റില്ല. പിന്നെ പരാതിക്കാരൻ എന്താ പറയുന്നത്? ഈ എഴുതിയ സാധനം എന്റെ റിലീജിയസ് സെന്റിമെന്റ്സിനെ അഫക്ട് ചെയ്തു എന്നാ പറയുന്നത്. അത്രേ ഉള്ളൂ. അയാൾക്ക് ഒറ്റ റോഡേ ഉള്ളൂ, എന്റെ റിലീജിയസ് സെന്റിമെന്റ്സിനെ അഫക്ട് ചെയ്തു. ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്താ നോക്കേണ്ടത്? അയാൾ നോക്കേണ്ടത് ഈ ലേഖനം എടുത്ത് വായിക്കണം, ഇത് റിലീജിയസ് സെന്റിമെന്റ്സിനെ അഫക്ട് ചെയ്യുന്നതാണോ നോക്കണം. എന്നിട്ട് അയാളോട് പറയണം പറ്റില്ല, ഇത് അഫക്ട് ചെയ്യുന്നില്ല. ഏത് കോമൺ മാൻ വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യം അഫക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞത്. ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകും. ഡാൻ, ഇപ്പോൾ നമ്മൾ ഈ പ്രതി ചേർത്തവരുടെ അഭിഭാഷകൻ പറയുന്നത് കേട്ടല്ലോ. ഈ മതവികാരത്തെ വ്രണപ്പെടുത്തി സമൂഹത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞൊരു കേസെടുക്കുമ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിൽ വികാരം വ്രണപ്പെട്ടവർ രംഗത്ത് വരണം. പക്ഷേ അങ്ങനെ ആരും രംഗത്ത് എത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, സർക്കാരിന് മാത്രമാണ് ഇതിൽ വലിയ പരാതിയുള്ളത്, സർക്കാരിന് മാത്രമാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ എങ്ങനെ ഈ കേസുമായി മുന്നോട്ട് പോകാനാണ് ഈ സൈബർ ക്രൈം പോലീസ് ആലോചിക്കുന്നത്? അവിടെ ഒരു തിരുത്ത് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. അതായത് ഈ പരാതി നൽകിയിരിക്കുന്നത് തിരുവാഭരണ സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ അതുമായി ബന്ധപ്പെട്ട പരാതിയുമായി, അല്ലെങ്കിൽ CPM അതിൽ പരാതി നൽകുമെന്ന് കഴിഞ്ഞ ദിവസം പറയുകയായിരുന്നു. എന്തായാലും ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതിയാണ് അദ്ദേഹം അത് ADGPക്ക് കൈമാറിയത്. തുടർന്നാണ് സൈബർ ക്രൈം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 299, 353 വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ പരാതിക്കാരൻ്റെയും സമൂഹത്തിൻ്റെയും വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഈ പാരഡിയിലുണ്ട് എന്നതാണ് FIRലെ പരാമർശം. അതുകൊണ്ട് തന്നെയാണ് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ വസ്തുതയുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിനാൽ FIR രജിസ്റ്റർ ചെയ്യുന്നു, അല്ലെങ്കിൽ അത്തരം തുടർ നീക്കങ്ങളിലേക്ക് കടക്കുന്നുവെന്നാണ് FIRലെ പരാമർശം. എന്തായാലും രണ്ട് കാര്യങ്ങളിലാണ് വ്യക്തത കൈവരുള്ളത്. ആദ്യമായിട്ടല്ല ഒരു രാഷ്ട്രീയ വിമർശനത്തിൻ്റെ പേരിൽ ഒരു പാരഡി വരുന്നത്, ഒരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പാരഡി വരുന്നത് ആദ്യമായിട്ടല്ല. അത് എല്ലാ രാഷ്ട്രീയ കക്ഷികളും തെരഞ്ഞെടുപ്പ് സമയത്ത് അങ്ങനെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ മാത്രം ഇങ്ങനെ ഒരു പാരഡി അത് നിരോധിക്കണം, അല്ലെങ്കിൽ ആ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ സമാനമായ തരത്തിൽ വർഷങ്ങളായി ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ വൈറലായിരിക്കുന്ന ആക്ഷേപഹാസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള പാരഡികളുണ്ട്. അതിൻ്റെ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കണം, അതാണ് ഒരു കാര്യം. മറ്റൊന്ന്, ഇതെങ്ങനെ മതവികാരം വ്രണപ്പെടുത്തിയെന്ന് സ്ഥാപിക്കാൻ കഴിയും, നിയമപരമായി സ്ഥാപിക്കാൻ കഴിയും, അതാണ് മറ്റൊരു കാര്യം. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് സൈബർ ക്രൈം പോലീസ് ഇവർക്ക് നോട്ടീസ് നൽകി 4 പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. അവരെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കും വൈകാതെ തന്നെയെന്നാണ് അറിയുന്നത്. അതോടൊപ്പം സമൂഹ മാധ്യമങ്ങളിൽ നടക്കം ഈ പാട്ട് ഇതിങ്ങനെ വിവാദമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇത് മതവികാരം വ്രണപ്പെടുത്തിയെന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മെറ്റയ്ക്ക് ഒരു പരാതി അയക്കാനും
അങ്ങനെ അവിടെ നിന്ന് ലഭിക്കുന്ന മറുപടിയുടെ അടിസ്ഥാനത്തിൽ അത് പിൻവലിക്കണം, സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഈ വിവാദത്തിന് കാരണമായിരിക്കുന്ന പാട്ട് പാരഡി പിൻവലിക്കണമെന്ന ഒരു ആവശ്യം കൂടി സൈബർ ക്രൈം പോലീസ് മുമ്പോട്ട് വെച്ചിട്ടുണ്ട് മെറ്റയ്ക്ക് മുമ്പിൽ എന്നാണ് അറിയുന്നത്. ഡാൻ, ഈ CPM-ന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണം ഇത് വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത്, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഈ വർഗീയ ധ്രുവീകരണത്തിന് ഉപയോഗിച്ചു എന്നതൊക്കെയാണല്ലോ. അത് കാണിച്ചാണ് അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങുന്നതൊക്കെ. പക്ഷേ തെരഞ്ഞെടുപ്പ് സമയത്തൊന്നും ഒരുപക്ഷെ നമ്മളൊന്നും ഇത്രയ്ക്കധികം കേട്ടിരുന്നില്ല. അതിനുശേഷമാണ് ഈ പാട്ടിനെക്കുറിച്ച് ഇങ്ങനെ വാർത്തകൾ വരുന്നതും അത് ഇത്ര വലിയ വാർത്തകളിൽ എല്ലായിടത്തും ഇടം പിടിക്കുന്നതും ഈ പാട്ട്. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനൊരു പരാതിയുമായി മുന്നോട്ട് പോകുമ്പോൾ CPM ഉദ്ദേശിക്കുന്നത് ഇത് ഈ സൈബർ സ്പേസിൽ നിന്ന് ഈ പാട്ടുകൾ നീക്കം ചെയ്യപ്പെടണം, ഈ പാട്ട് ഷെയർ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇത് നീക്കം ചെയ്യണം എന്ന ലക്ഷ്യത്തോടെയാണോ? തെരഞ്ഞെടുപ്പിൽ ഇത് നെഗറ്റീവായി പ്രതിഫലിച്ചു എന്നതിൽ ഉപരിയായി അവർ താല്പര്യപ്പെടുന്നത്? അതായത് ഈ പാട്ടിൻ്റെ ആദ്യ ഭാഗം മാത്രമാണ്, ഈ പാരഡിയുടെ ആദ്യ ഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനൊരു രണ്ടാം ഭാഗമുണ്ട്. ആ രണ്ടാം ഭാഗം കൂടെ വൈകാതെ പുറത്തു വരുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഇതിൻ്റെ ഈ ഡാനിഷ് മലപ്പുറം ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ വരുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പാട്ട് ഇങ്ങനെ ഹിറ്റാകുകയും അത് വലിയ തരത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലായിടത്തും ചർച്ചയായി മാറുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ അതിനൊരു രണ്ടാം ഭാഗം കൂടി വന്നാൽ ഉണ്ടാകുന്ന ഒരു പ്രത്യാഘാതം നമുക്കറിയാം. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം രാഷ്ട്രീയമായി തന്നെ അതിനെ നേരിടാനുള്ള ഒരു നീക്കം പാർട്ടിയുടെ ഭാഗത്തുനിന്ന് CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാകും പരാതി നൽകുമെന്ന കാര്യമൊക്കെ രാജീവ് ബ്രാവ് ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇതിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് അറിയാനുള്ളത്. മാത്രമല്ല അവർ മുമ്പോട്ട് വെക്കുന്ന അതിൽ മതവികാരം വ്രണപ്പെട്ടുവെന്ന കാര്യം മെറ്റ അതിനോട് ഏത് തരത്തിൽ പ്രതികരിക്കും? അങ്ങനെ ഈ പാട്ട് നീക്കം ചെയ്യുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് കടന്നാൽ അത് വലിയ തരത്തിൽ മറ്റ് വിമർശനങ്ങളുമായി കോൺഗ്രസ് ഉൾപ്പെടെ UDF ഉൾപ്പെടെ രംഗത്ത് വരുന്ന സാഹചര്യം വരും. എന്തായാലും ഈ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം നിയമസഹായം ഉറപ്പുവരുത്തുമെന്ന് ഔദ്യോഗികമായി തന്നെ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അവിടെയാണ് ഇതൊരു നിയമ പോരാട്ടം എന്നതിനപ്പുറത്തേക്കൊരു രാഷ്ട്രീയമായ ഏറ്റുമുട്ടൽ കൂടിയായി, വാക്പോരായി കൂടി മാറുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.